إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിലൂടെ ജീവിതം നയിക്കണം എന്ന് സ്വയമെന്ന പോലെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇഹലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സഹായികളെ കാണാൻ സാധിക്കും. നാം എന്തെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ, കരകയറ്റാൻ പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മെ ഏറെ ലാളിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് സ്നേഹം നൽകുന്ന നമ്മുടെ ഇണകൾ, കൺകുളിർമ നൽകുന്ന നമ്മുടെ സന്താനങ്ങൾ, ഇവരൊക്കെ നമുക്ക് കൂട്ടിനുണ്ടാകും. ഒരു പക്ഷേ നമുക്കൊരു രോഗം വന്നാൽ നമുക്ക് ചികിത്സ നൽകാനും സൗകര്യങ്ങൾ ചെയ്യാനും ഒരുപാട് കൂട്ടുകാർ ഓടിയെത്തുന്നത് നമുക്കൊക്കെ അനുഭവമുണ്ടാകും. ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ നൽകുന്ന സുഹൃത്തുക്കൾ നമുക്കൊക്കെ ഉണ്ട്. എന്നാൽ അവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ അവഗണിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്താൽ നാം അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളമായിരിക്കും? അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന, അവഗണിക്കപ്പെടുന്ന, ആരും പരിഗണിക്കാത്ത, തികച്ചും ഒറ്റക്കാകുന്ന ചില രംഗങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ രംഗം മരണരംഗമാണ്. ആർക്കും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത, ആരും നമ്മെ സഹായിക്കാൻ എത്താത്ത, തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രംഗമാണ് മരണരംഗം. ഒരാൾക്കും അതിൽ നിന്ന് തടയിടാൻ സാധ്യമല്ല. നാം ഇത്രകാലം ആർക്കു വേണ്ടിയാണോ ജീവിക്കുന്നത്
ആ കുടുംബം നമ്മെ തിരിഞ്ഞു നോക്കാത്ത ഒരു രംഗമാണ് ആ രംഗം. ഒരാൾക്കും നമുക്ക് വേണ്ടി ഒന്ന് മന്ത്രിച്ചു തരാൻ പോലും സാധിക്കാത്ത, ആശ്വാസവാക്കുകൾ പറഞ്ഞാലും നമുക്കൊരിക്കലും ആശ്വാസം തോന്നാത്ത ഒരു രംഗമായിട്ടാണ് മരണരംഗത്തെ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖിയാമയിൽ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. കല്ലാ ഇദാ ബലഗത്തി തറാഖി, മരണം അതിൻ്റെ തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരും വേർപ്പെടുന്ന രംഗത്ത് അവൻ്റെ ആത്മാവിനെ പിടിക്കുന്ന തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് കയറി വന്നാൽ വഖീല മൻ റാഖ്, അവൻ ചോദിച്ചു പോകും, ആരുണ്ടൊന്ന് മന്ത്രിച്ചു തരാൻ, ആരാണ് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ളത്, സമാധാനത്തിൻ്റെ വാക്കുകൾ പറയാൻ ആരാണുള്ളത് എന്ന് അവൻ വിലപിച്ചു പോകും. വളന്ന അന്നഹുൽ ഫിറാഖ്, ഞാൻ വേർപെട്ടു പോവുകയാണെന്ന്, വിട പറയുകയാണെന്ന് അവന് ബോധ്യപ്പെടും. ഞാൻ മരിച്ചു പോവുകയാണ്, ഇനി എനിക്ക് ലോകത്ത് ജീവിതമില്ല എന്ന് അവന് മനസ്സിലാകുന്ന ആ രംഗം. ഇനി എനിക്ക് ആരും സഹായത്തിനില്ല, കൂട്ടിനില്ല, ഞാൻ ഒറ്റപ്പെടുകയാണ്, ഒറ്റക്കാവുകയാണ് എന്ന് തോന്നുന്ന ആ രംഗം. കണങ്കാലും കണങ്കാലും കൂട്ടിപ്പിരിക്കുന്ന രംഗം. മരണരംഗത്തെ ഖുർആൻ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിങ്കലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ആ ദിവസം. സഹോദരങ്ങളെ, ആരും കൂട്ടിനില്ലാത്ത ആ രംഗം, അത് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നമ്മളിങ്ങനെ കൊണ്ടുവരണം. അവിടെ മലക്കുൽ മൗത്തിൻ്റെ കൂടെയുള്ള മലക്കുകൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന മലക്കുകളായി വരണമെങ്കിൽ ജീവിതത്തിൽ വിശ്വാസവും കർമ്മവും ധാരാളം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം ശരിയാക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മെ സന്തോഷിപ്പിക്കാൻ ആ സമയത്ത് മലക്കുകൾ കൂട്ടിനുണ്ടാവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങൾ, അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ എല്ലാ രംഗത്തും നമ്മൾ ഒറ്റക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്ന ആ രണ്ടാമത്തെ രംഗം ഖബറിൽ കിടക്കുന്ന രംഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു പക്ഷേ ഖബർ വരെ അവൻ്റെ അനുയായികൾ, അവൻ്റെ കുടുംബക്കാർ, അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ സുഹൃത്തുക്കൾ, അവനെ ഏറെ സ്നേഹിച്ചവർ ഒന്ന് പോന്നെന്നു വരാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസത്തുൻ, ഒരു മയ്യത്തിനെ പിന്തുടരാൻ 3 കാര്യങ്ങൾ ഉണ്ടാകും. ഫയർജിഉ ഇസ്നാനി, അതിൽ 2 തിരിച്ചു പോരും. വയബ്കാ മഅഹു വാഹിദ്, അവൻ്റെ കൂടെ 1 മാത്രമേ ബാക്കിയാവുകയുള്ളൂ. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, യത്ബഉഹു, അവനെ പിന്തുടരാനുണ്ടാകും അഹ്ലുഹു വ മാലുഹു വ അമലുഹു, അവൻ്റെ കുടുംബവും അവൻ്റെ സമ്പത്തും അവൻ്റെ സൽക്കർമ്മങ്ങളും അവൻ്റെ കൂടെയുണ്ടാകും. പക്ഷേ ഫയർജിഉ അഹ്ലുഹു വ മാലുഹു, അവൻ്റെ സമ്പത്തും അവൻ്റെ കുടുംബവും തിരിച്ചു പോവുകയാണ്. വയബ്കാ അമലുഹു, അവൻ്റെ കർമ്മങ്ങൾ മാത്രം ബാക്കിയാവുകയാണ്. ഖബറിൽ നമുക്ക് കൂട്ടിനുള്ളത്, ഒറ്റപ്പെടുന്ന ആ രംഗത്ത് നമുക്ക് ആശ്വാസമായി ഉണ്ടാകുന്നത് നമ്മുടെ അമലുകൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ വെളിച്ചം നൽകുന്ന, ഖബറിൽ വിശാലത നൽകുന്ന, ഖബറിൽ കൂട്ടിനായി സന്തോഷം നൽകുന്ന അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ആത്മാവിനെ പിടിച്ച് പരലോകത്ത് ചെന്ന് വീണ്ടും ഖബറിലേക്ക് അവൻ്റെ ആത്മാവിനെ തരുന്ന രംഗത്തിൽ വയഅതീഹി റജുലുൻ, ഒരാൾ അവൻ്റെ അടുക്കൽ വരും. ഹസ്നുൽ വജ്ഹി, സുന്ദര മുഖമുള്ള, ഹസ്നുസ് സിയാബ്, ഭംഗിയുള്ള വസ്ത്രം ധരിച്ച, ത്വയ്യിബുർ റീഹ്, സുഗന്ധം പൂശിയ ഒരാൾ അവൻ്റെ അടുക്കലേക്ക് വരും. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയും, അബ്ശിർ ബില്ലദീ യസുറുക്, നിനക്ക് സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നീ ഓർത്തുകൊള്ളുക. ഹാദാ യൗമുക്കല്ലദീ കുൻത തൂഅദു, നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് ഇത്. ഫയഖൂൽ ലഹു, ഈ ഖബറാളി തൻ്റെ അടുത്തു വന്ന സുന്ദര മുഖമുള്ള, നല്ല വസ്ത്രം ധരിച്ച, സുഗന്ധം പൂശിയ ഈ ആളോട് ചോദിക്കും, മൻ അൻത, നീ ആരാണടോ? അപ്പോൾ ആ സമയത്ത് ഫയഖൂൽ, ആ മനുഷ്യരൂപത്തിൽ വന്നത് പറയുകയാണ്, അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ സൽക്കർമ്മമാണ്, ഞാൻ നിൻ്റെ ജുമുഅ ഖുതുബയാണ്, ഞാൻ നിൻ്റെ ഇബാദത്താണ്, ഞാൻ നിൻ്റെ സുന്നത്ത് നോമ്പാണ്, ഞാൻ നിൻ്റെ ഖുർആൻ പാരായണമാണ്, ഞാൻ നിൻ്റെ ദിക്റാണ്, ഞാൻ നിൻ്റെ ദുആയാണ്. അള്ളാഹു സന്തോഷം നൽകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത അമലുകൾ മനുഷ്യരൂപം പ്രാപിച്ച് ഖബറിൽ നമുക്ക് കൂട്ടിനുണ്ടാകും എന്നാണ്. ഒറ്റപ്പെടുന്ന രംഗത്ത് നമുക്ക് കൂട്ടിനായി നമ്മുടെ അമലുകൾ വരും.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രത്യേകിച്ച് മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് കൂട്ടിനായി സന്തോഷം നൽകുന്ന രീതിയിൽ 3 അമലുകൾ വരുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളൊക്കെ അല്ലാത്തതൊക്കെ മുറിഞ്ഞു പോവുകയാണ്. ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മമാണ് 1. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവാണ് 2. വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണ് 3. ഈ 3ഉം ഖബറിലേക്ക് കൂട്ടിനായി പ്രതിഫലമായി ഇങ്ങനെ എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ ഈ 3 കാര്യങ്ങളെ ഒന്നുകൂടി വിശദീകരിച്ച് 7 കാര്യങ്ങളായി അവിടുന്ന് പറഞ്ഞു. സബ്ഉൻ, 7 കാര്യങ്ങളുണ്ട്. യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന, അതിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ പ്രതിഫലം അതിൻ്റെ വ്യക്തിക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. വഹുവ ഫീ ഖബ്രിഹി, അവൻ ഖബറിലായിരിക്കെ. ഖബറിൽ ആരും കൂട്ടിനില്ലാതെ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് വിധേയനായി അവൻ കഴിഞ്ഞുകൂടുന്ന ബർസഖ് ലോകത്ത് അവൻ്റെ ഖബറിലേക്ക് കർമ്മങ്ങൾ ഒഴുകും. ബഅദ മൗതിഹി, അവൻ്റെ മരണശേഷവും. എന്നിട്ട് 7 കാര്യങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 1, മൻ അല്ലമ ഇൽമ, ആർക്കെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ അവൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി മരണശേഷവും അവൻ്റെ ഖബറിലേക്ക് കിട്ടും. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു ഔ അജ്റ അൻഹറ, വല്ല അരുവികളും തടാകങ്ങളും പുഴകളും വെള്ളത്തടാകങ്ങൾ ഒരുക്കിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി അവന് കിട്ടും. മൂന്നാമതായി എവിടുന്ന് പറഞ്ഞു ഔ ഹഫറ ബിഅറ, ആരെങ്കിലും മറ്റുള്ളവർക്ക് സഹായമെന്ന നിലക്ക് കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി മരണശേഷവും അവൻ്റെ ഖബറിലേക്ക് വരും. നാലാമതായി റസൂലുള്ള പറഞ്ഞു ഔ ഗറസ നഖല, ഈത്തപ്പന നട്ടാൽ മരം നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തണൽ കൊള്ളുമ്പോൾ, അതിൻ്റെ വിറക് ഉപയോഗിക്കുമ്പോൾ, അതിലെ ഫലം കഴിക്കുമ്പോൾ ഖബറിലേക്ക് മരണശേഷവും അവന് കൂലിയെത്തും. ഔ ബന മസ്ജിദൻ, അല്ലെങ്കിൽ ആരെങ്കിലും പള്ളി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി ഖബറിൽ മരണശേഷവും അവന് കിട്ടും. ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ മുസ്ഹഫിൻ്റെ കോപ്പികൾ ആരെങ്കിലും മറ്റുള്ളവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി ഖബറിലേക്ക് അവന് കിട്ടും. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു, അവനു വേണ്ടി പൊറുക്കലിനെ തേടുന്ന ഒരു മകനെ വിട്ടേച്ച് പോകുന്നുവെങ്കിൽ അതിൻ്റെ കൂലിയും ഖബറിലേക്ക് അവന് കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങൾ, ഒരാൾ മരിച്ചാലും മറ്റുള്ളവർ ചെയ്തിട്ട് അവന് കൂലി കിട്ടുന്ന ചില കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. പൊതുവായി ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പറഞ്ഞു വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അവനവൻ പരിശ്രമിച്ചതിൻ്റെ ഫലമല്ലാതെ കിട്ടുകയില്ല. വഅന്ന സഅയഹു സൗഫ യുറാ, അവൻ ചെയ്തതിൻ്റെ, അവൻ അധ്വാനിച്ചതിൻ്റെ കൂലി അവൻ കണ്ടെത്തുന്നതാണ്. ഞാൻ ചെയ്യാത്തതൊന്നും എനിക്ക് ലഭിക്കുന്നില്ല, ഞാൻ ചെയ്തതിൻ്റെ പ്രതിഫലം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. സുമ്മ യുജ്സാഹുൽ ജസാഉൽ ഔഫാ, പൂർണ്ണമായ പ്രതിഫലമായിരിക്കും അവന് അവിടെ വെച്ച് നൽകപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ മരണപ്പെട്ടാലും ഖബറിലേക്ക് കൂലിയെത്തുന്ന ചില കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അവ ഒഴികെ മറ്റൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഏതാണ് സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥന തന്നെയാണ്. ഒരാൾ മരിച്ചാലും അയാൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു കാര്യമാണ് നമ്മളെല്ലാവരും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. മയ്യത്തിൻ്റെ സമീപിക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു ഇദാ ഹലർത്തുമുൽ മരീള, നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ, അവിൽ മയ്യിത്ത, അല്ലെങ്കിൽ ഒരു മയ്യത്തിൻ്റെ അടുക്കൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ, ഫഖൂലു ഖൈറാ, നിങ്ങൾ ആ മയ്യത്തിനു വേണ്ടി നല്ലത് പറയണേ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ആ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കുകയും ആ മയ്യത്ത് നമസ്കാരത്തിൽ ആ മയ്യത്തിന് പുറത്തു കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന വലിയൊരു പ്രതിഫലാർഹമായ കാര്യമായി അത് മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ മിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീൻ, ഏതെങ്കിലും ഒരു മയ്യത്തിന് ഒരു സംഘം ആളുകൾ മുസ്ലിമീങ്ങളിൽ നിന്ന് മയ്യത്ത് നമസ്കരിച്ചാൽ യുബല്ലിഗൂന മിഅ, 100 പേരുണ്ടെങ്കിൽ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫിഹി, അവർക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു 100 പേര് ഒരു വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചാൽ അതൊരു ശുപാർശയായി പരിഗണിക്കപ്പെടും
എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്തു, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു, ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല, അവൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് 40 പേർ നിൽക്കുന്നു. ലാ യുശ്രികൂന ബില്ലാഹി ഷൈആ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത തൗഹീദുള്ള 40 പേർ നമസ്കരിക്കുകയാണ്. ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അവൻ്റെ കാര്യത്തിൽ അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. ഒരു 40 പേരുടെ മയ്യത്ത് നിസ്കാരം അത് വലിയ പരിഗണിക്കപ്പെടുന്ന കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു പ്രാർത്ഥന അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ബാധകമാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം സ്ത്രീകൾ നിർവഹിച്ചാൽ അവർക്കും അതിന് പ്രതിഫലമുണ്ട് എന്നും അവർക്കും ആ ഒരു അവസ്ഥ ലഭിക്കുമെന്നും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖബറടക്കി കഴിഞ്ഞാൽ പോലും റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരനു വേണ്ടി പൊറുക്കലിനെ തേടണം. വസലൂ ലഹു തസ്ബീത്ത്, ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാൻ നിങ്ങൾ സ്ഥൈര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഫഇന്നഹുൽ ആന യുസ്അൽ, കാരണം ഇവൻ ഇപ്പോൾ ഖബറിൽ ചോദിക്കപ്പെടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ പ്രാർത്ഥനയാണ് ഒരാൾ മരിച്ചാലും ജീവിച്ചിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന, അയാൾക്ക് ലഭിക്കുന്ന കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന് കടം വീട്ടലാണ്. മരിച്ചൊരു വ്യക്തിയുടെ കടം ജീവിച്ചിരിക്കുന്ന ഒരാൾ വീട്ടിയാലും ആ കടം വീടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി, ഓരോരുത്തരും അവനവൻ്റെ കടത്തിൽ ബന്ധിതനായിരിക്കും. ഹത്താ യുഖ്ല അൻഹു, അവനിൽ നിന്ന് അത് വീട്ടപ്പെടുന്നതുവരെ. മറ്റൊരാൾ തനിക്ക് വേണ്ടി കടം വീട്ടിയാൽ ആ കടം വീടുമെന്നാണ് ഇതിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, മരിച്ചൊരു വ്യക്തിയുടെ ആഗ്രഹമായിരുന്നു ദാനധർമ്മം ചെയ്യണമെന്ന്. പലപ്പോഴും അതിന് പ്രോത്സാഹിപ്പിച്ചിരുന്നു, പ്രേരിപ്പിച്ചിരുന്നു. പക്ഷേ പലതും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ ഉറ്റ ബന്ധുക്കൾ അയാൾക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി ലഭിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു വ്യക്തി വന്നു. അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അബീ മാത വതറക മാലൻ വലം യൂസി ഫലം യുകഫിർ അൻഹു അൻ അതസദ്ദഖ അൻഹു ഖാൽ നഅം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, എൻ്റെ ഉപ്പ മരണപ്പെട്ടു, എനിക്ക് വസിയത്തൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അയാൾക്ക് വേണ്ടി ദാനം ചെയ്താൽ, ഉപ്പാക്ക് വേണ്ടി ദാനം ചെയ്താൽ കൂലി ലഭിക്കുമോ, അത് സ്വീകരിക്കപ്പെടുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതേ എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ ഉമ്മ മരണപ്പെട്ടു എന്നും ഉമ്മാക്ക് ആ സമയത്ത് സംസാരിക്കാൻ സാധിച്ചാൽ ദാനധർമ്മം ചെയ്യാൻ പറയുമായിരുന്നുവെന്നും ഒരു വ്യക്തി വന്നു പറഞ്ഞപ്പോൾ, എങ്കിൽ നീ അവർക്ക് വേണ്ടി ദാനം ചെയ്യുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മയ്യത്തിനു വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്, അയാൾക്ക് നഷ്ടപ്പെട്ട നോമ്പ് കടമായുണ്ടെങ്കിൽ, കടമായ നോമ്പ് നോറ്റുവീട്ടാൻ ബാക്കിയുള്ള നോമ്പോ നേർച്ച നേർന്ന നോമ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നോറ്റുവീട്ടുക എന്നത് വലിയൻ്റെ ഉറ്റ ബന്ധുവിൻ്റെ ബാധ്യതയായി ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഹജ്ജ്, അവർക്ക് വേണ്ടി ചെയ്യുന്ന ഉംറ, അതൊക്കെ സ്വീകരിക്കപ്പെടുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ഖബറിൽ ഒറ്റപ്പെടുമ്പോൾ ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഇത്തരം കർമ്മങ്ങൾ അവർക്ക് ലഭിക്കുമെന്നതാണ്. നാം ഒറ്റപ്പെടുന്ന, ആരും കൂട്ടിനില്ലാതെ പോകുന്ന മൂന്നാമത്തെ രംഗമാണ് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു രംഗം എന്നത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖ്നാകും അവ്വല മർറ. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങളെല്ലാവരും ഇതാ ഒറ്റപ്പെട്ടവരായി എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കമാ ഖലഖ്നാകും അവ്വല മർറ, നിങ്ങളെ നാം ആദ്യ തവണ സൃഷ്ടിച്ചതുപോലെ. അള്ളാഹ് നമ്മൾ ആദ്യം സൃഷ്ടിക്കുമ്പോൾ എങ്ങനെയാണോ ആ രൂപത്തിൽ ചേലാകർമ്മം ചെയ്യാത്തവരായി, ഉടുതുണിയില്ലാത്തവരായി, ചെരുപ്പില്ലാത്തവരായി, സഹായിക്കാൻ ആളില്ലാത്തവരായി നാം റബ്ബിൻ്റെ അടുക്കൽ ഒറ്റപ്പെട്ടവരായി കടന്നു ചെല്ലുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഉറ്റവരെയും കൂട്ടുകാരെയും കണ്ടാൽ പോലും ആ സമയത്ത് പരിഗണിക്കില്ല എന്നാണ്. ആ ദിവസത്തിൽ ആരെയും പരിഗണിക്കുന്നില്ല. ഖുർആൻ പറഞ്ഞു, ഫഇദാ ജാഅത്തിസ് സ്വാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. ആ ഒരു ചെവിടടച്ചു പോകുന്ന ആ ശബ്ദം വന്നു കഴിഞ്ഞാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, തൻ്റെ കൂട്ടുകാരനെ വിട്ടോടിപ്പോകുന്ന ദിവസമാണ്. ആരെയും പരിഗണിക്കണ്ട, തൻ്റെ സഹോദരനെ പോലും വിട്ടുപോവുകയാണ്. വ ഉമ്മിഹി വ അബീഹി,
തൻ്റെ മാതാവിനെയും തൻ്റെ പിതാവിനെയും വിട്ടേച്ച് പോവുകയാണ്. വസ്വാഹിബതിഹി വബനി, തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യയെയും വിട്ടേച്ച് പോവുകയാണ്. ലികുല്ലി ഇംറിഇം മിൻഹും ശഅനുൻ യുഗ്നി, ലികുല്ലി ഇംറിഇം മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. അന്നേ ദിവസം ഓരോരുത്തർക്കും അവനവൻ്റെത് തന്നെ താങ്ങാനാവാത്ത അവസ്ഥയായിരിക്കും. നഫ്സി നഫ്സി, എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് ഓരോരുത്തരും പറഞ്ഞ് ഭയവിഹുലരായി കിടുകിടുത്തു പോകുന്ന രംഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നാലാമത്തെ രംഗം പരലോകത്ത് ചെന്ന് നിൽക്കുന്ന രംഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞു, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. പരലോകത്ത് ഓരോരുത്തരും വന്നു നിൽക്കുക ഫർദ, ഒറ്റക്കൊറ്റക്കായിട്ടായിരിക്കും. ആരും ആരെയും പരിഗണിക്കാത്ത വിധത്തിലായിരിക്കും. ഒരു ഉറ്റബന്ധു പോലും മറ്റൊരു ഉറ്റബന്ധുവിനോട് യാതൊന്നും ചോദിക്കുകയില്ല. അള്ളാഹു പറയുകയാണ്, വലാ യസ്അലു ഹമീമുൻ ഹമീമാ, വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഉറ്റബന്ധുവിനോട് ഒന്നും ചോദിക്കുകയില്ല. എല്ലാവരും ഒറ്റക്കാവുകയാണ്, ഒറ്റപ്പെടുകയാണ്. ആരും ആരെയും ഒന്നും ചോദിച്ചറിയുക പോലും ചെയ്യില്ല. അള്ളാഹു പറഞ്ഞു, യൗമ ലാ യുഗ്നി മൗലുൻ അൻ മൗലാ ശൈആ വലാ ഹും യുൻസറൂൻ. ഒരു ബന്ധു മറ്റൊരു ബന്ധുവിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത ദിവസമാണത്, ഒരു സഹായവും ലഭിക്കാത്ത ദിവസമാണത് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു പിതാവ് മാതാവിനെ സഹായിക്കാത്ത, ഒരു പിതാവ് മക്കളെ സഹായിക്കാത്ത, മക്കൾ മാതാപിതാക്കളെ സഹായിക്കാത്ത ആ രംഗം ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഭയപ്പെട്ടുകൊള്ളുക. വഖ്ശൗ യൗമാ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവും ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഉപകാരം ചെയ്യാത്ത ദിവസമാണ് അത്. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ, മക്കളാകട്ടെ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യാത്ത ദിവസമാണ് അത്. ഇന്ന വഅദല്ലാഹി ഹഖ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ സത്യസന്ധമായി പുലരുന്ന വാഗ്ദാനമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒന്നുകൂടി അള്ളാഹു പറഞ്ഞു, യവദ്ദുൽ മുജ്രിമു, അന്ന് കുറ്റവാളി ആഗ്രഹിച്ചു പോകും, ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹ്, തൻ്റെ മക്കളെ അങ്ങ് പകരം കൊടുത്തിട്ട് പ്രായച്ചിത്തമായിട്ട് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വസ്വാഹിബതിഹി വഅഖീ, തൻ്റെ സഹോദരനെയോ തൻ്റെ ഭാര്യയെയോ കൊടുത്തിട്ട് തനിക്കൊന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ, വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ, ജീവിതത്തിൽ തനിക്ക് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ കൊടുത്തിട്ട്, ഈ ഭൂമിയിലുള്ളവരെ മുഴുവൻ പകരം കൊടുത്തിട്ട് എൻ്റെ തടി ഒന്ന് സലാമത്താക്കണം എന്നു മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്ന, ഒറ്റക്കാകുന്ന ആ ദിവസത്തിൽ അമലുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ആ പരലോകത്ത് അമലുകൊണ്ട് രക്ഷപ്പെടുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട 4 രംഗങ്ങളാണ് ഖുതുബയിലൂടെ നാം ചർച്ച ചെയ്തത്. ഒന്നാമത്തേത് മരണരംഗവും, രണ്ടാമത്തേത് ഖബറിലും, മൂന്നാമത്തേത് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്ന സമയത്തും, നാലാമത്തേത് പരലോകത്തുമാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ആരും ആരെയും പരിഗണിക്കാത്ത, ഉറ്റമിത്രത്തെക്കുറിച്ച് പോലും ഒന്നും ചോദിച്ചറിയാത്ത, ഭൂമിയിലുള്ളത് മുഴുവൻ പകരം കൊടുത്തിട്ടെങ്കിലും തൻ്റെ തടിയൊന്ന് രക്ഷപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന, ഓരോരുത്തർക്കും അവനവൻ്റേത് തന്നെ താങ്ങാനാകാത്ത ഭാരമായി അനുഭവപ്പെടുന്ന രംഗമാണ് അത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു മയ്യത്തിന്
ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏതൊക്കെയാണ് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രധാനമായും നമുക്ക് മരണാനന്തരം കൂട്ടിനുണ്ടാവുക നമ്മുടെ അമലുകളാണ് എന്നും അവയിൽ പ്രധാനപ്പെട്ടവ 3 എന്നും അതിൽ തന്നെ 7 കാര്യങ്ങൾ വിശദമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമൊക്കെ നാം ഉൾക്കൊള്ളുകയുണ്ടായി. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പൊതുതത്വം ഒരാളുടെയും ഭാരം മറ്റൊരാൾ ചുമക്കുകയില്ല എന്നതാണ്. ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല. ഞാൻ ചെയ്തതിനുള്ള പ്രതിഫലവും എനിക്കാണ്, ഞാൻ ചെയ്ത തെറ്റിനുള്ള തിക്തഫലവും ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, എന്നാൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യുക, എന്നിട്ടത് മറ്റുള്ളവർക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുക, ഇതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യമേ അല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവനവൻ സമ്പാദിച്ചതല്ലാതെ ഇല്ല എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പറയുകയാണ്, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ പ്രധാനപ്പെട്ട ആയത്തിൽ നിന്ന് ഇസ്തംബത്ത ഷാഫിഈ റഹിമഹുല്ല, ഇമാം ഷാഫിഈ റഹിമഹുല്ല തെളിവ് പിടിച്ചിരിക്കുന്നു, വമനിത്തബഅഹു, അദ്ദേഹത്തെ പിൻപറ്റുന്ന അനുയായികളും, അന്നൽ ഖിറാഅത്ത, ഖുർആൻ പാരായണം, ലാ യസിലു ഹിദാ സവാബിഹ ഇലൽ മൗത, ഓതി മരിച്ചവർക്ക് പ്രതിഫലം എത്തിക്കുക എന്ന നിലക്ക് ചെയ്യുന്നത് എത്തുകയില്ല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം അത് മരിച്ച വ്യക്തിയുടെ പ്രവർത്തനമല്ലല്ലോ, അയാൾ ചെയ്തതല്ലല്ലോ, അതുകൊണ്ട് അയാളിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തുകയില്ല. വലിഹാദാ ലം യുൻദബ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, അതുകൊണ്ട് തന്നെ പ്രവാചകൻ തൻ്റെ ഉമ്മത്തിനെ അതിലേക്ക് പ്രേരിപ്പിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. മാത്രവുമല്ല വല അർഷദഹും ഇലൈഹി ബിനസ്വിൻ വല ഈമാഇൻ, ഒരു സൂചന കൊണ്ടോ പ്രത്യക്ഷമായോ പ്രവാചകൻ അതിലേക്ക് പഠിപ്പിച്ചിട്ടില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിന സ്വഹാബ റളിയല്ലാഹു അൻഹും, സ്വഹാബികളിൽ നിന്നും ഒരാളിൽ നിന്നും അങ്ങനെ ഒരു ഹദിയ ചെയ്യുന്ന രൂപം വന്നിട്ടേയില്ല. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അങ്ങനെ ഒരു നന്മ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വഹാബികളായിരുന്നല്ലോ അതിൽ മുന്നിലേക്ക് എത്തുന്നത് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞത് ഇബ്നു കസീർ റഹിമഹുല്ല എടുത്തു കൊടുക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞു, വഅമ്മാ ഖിറാഅത്തുൽ ഖുർആൻ വജഅലു സവാബിഹാ ലിൽ മയ്യിത്ത് വസ്സലാത്തു അൻഹു വനഹുഹാ, ഖുർആൻ ഓതി ഹദിയ ചെയ്യുക, അതിൻ്റെ പ്രതിഫലം മയ്യത്തിന് കിട്ടുമെന്ന് പറയുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഫദഹബ ഷാഫിഈ വൽ ജുംഹൂർ അന്നഹാ ലാ തൽഹഖുൽ മയ്യിത്ത്, അത് മയ്യത്തുമായൊരു ബന്ധവുമില്ല, മയ്യത്തിന് അത് എത്തുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ ഏതേത് കർമ്മങ്ങളാണ് എത്തുക എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ തന്നെ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.